കുറച്ചും കൂടി തിരക്കഥയൊക്കെ മെച്ചപ്പെടുത്താനുണ്ടായിരുന്നു. വെള്ളപ്പാണ്ടെന്ന് പറയുന്ന ഒരു അസുഖമുള്ള ഒരാളുടെ ലൈഫാണ് സിനിമ ത്രൂ ഔട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുൻ അശോകനെ സംബന്ധിച്ചോളം എനിക്കൊന്ന് ഭ്രമിക്കാൻ വന്ന ശേഷം പുള്ളിയുടെ ആക്ടിങ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഈ സിനിമ അഭിനയിക്കാൻ നടന്നിട്ട് അത് കിട്ടാതെ വരുമ്പം ക്യാമറ നോക്കി കിടക്കുന്ന നമ്മുടെ യൂട്യൂബേഴ്സ് ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വേഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നടക്കുകയും എന്നാൽ നമുക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് ഡയറക്ടർക്ക് തോന്നുകയും അത് ആ വേഷം മറ്റൊരു സിനിമ മോഹമായി നടക്കുന്ന ചെറുപ്പക്കാരന് കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് നല്ല സതുദ്ദേശപരമായ സിനിമാ മോഹമായി നടക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു മനോവികാരം വളരെ വ്യക്തമായി ഭംഗിയായും ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല പടത്തിൽ ഒരു എന്താ പറയുക, ഈ വെള്ളപ്പാണ്ട് അത് ഉള്ള ഒരു കഥാപാത്രമായിട്ടാണ് അർജുൻ അശോകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ പിന്നെ കയറി പറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കഥകളാണ്. നല്ല പടം കേട്ടോ. നന്നായിട്ടുണ്ട്. അങ്ങനെ മെസ്സേജ് ആയിട്ടില്ല, കണ്ടുകൊണ്ടിരിക്കാം, തിരക്കേടില്ല, കുഴപ്പമില്ല. എന്നാലും ഒരു ആവറേജ്. കുറച്ചും കൂടി തിരക്കഥയൊക്കെ മെച്ചപ്പെടുത്താനുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടി ആക്ടിങ്ങൊക്കെ ഉള്ളായിരുന്നു. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, ഞാൻ സിനിമയിൽ ആക്ച്വലി ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അർജുൻ അശോകൻ ചെയ്ത ക്യാരക്ടറിൻ്റെ ഒരു സൈഡ് എത്തിയപ്പോൾ നമുക്ക് ഭയങ്കര കണക്റ്റായി ഇമോഷണലി. പിന്നെ അയാളുടെ അറിയില്ല വിറ്റിലിഗോ, അതായത് വെള്ളപ്പാണ്ടെന്ന് പറയുന്ന ഒരു അസുഖമുള്ള ഒരാളുടെ ലൈഫാണ് സിനിമ ത്രൂ ഔട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുൻ അശോകനെ സംബന്ധിച്ചോളം എനിക്കൊന്ന് ഭ്രമിക്കാൻ വന്ന ശേഷം പുള്ളിയുടെ ആക്ടിങ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അതുമാത്രമല്ല ചില സീൻസ് ഉണ്ട്, ഫാമിലി ആയിട്ടുള്ള ഇമോഷണൽ സീൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഡെയിലി കാണുന്നതാണ്. സാധാരണക്കാരൻ ഇങ്ങനെ സക്സസ്ഫുൾ ആകുന്നു എന്നുള്ളതിൻ്റെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ആ പ്രാധാന്യം എത്രത്തോളം ലൈഫിലുണ്ടെന്നുള്ളൊരു സിനിമയാണ്. പിന്നെ പാട്ടുകളാണെങ്കിലും എനിക്കങ്ങനെ മോശമായിട്ട് തോന്നിയില്ല. ഇതിൻ്റെ ഡ്യൂറേഷൻ കറക്റ്റാണ്. 2 മണിക്കൂർ, കറക്റ്റ് 2 മണിക്കൂർ 1 മിനിറ്റ് പടത്തിന് പക്കയാണ്. എന്തുകൊണ്ടും ഇത് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മൂവിയാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. കൊള്ളാം ബ്രോ, കുഴപ്പമില്ല. എല്ലാവരും കണ്ടിരിക്കാൻ പറ്റിയ പടമാണ് ഇത്. അർജുൻ അശോകൻ്റെ ഒരു അഭിനയം വൈസ് നോക്കുമ്പോൾ പുള്ളിയുടെ നല്ലൊരു രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റിയൊരു പടമാണ്. എന്നുവെച്ചാൽ ഒരു ഫീൽ ഗുഡ് മൂവി കാണുന്ന ഒരു ഫീലാണ്. ഗംഭീര പടം, നല്ല സിനിമയാണ്. പിന്നെ അർജുൻ അശോകൻ ഈ സിനിമയോടുകൂടെ ഈ മെയിൻ സ്റ്റാറുകളുടെ കൂട്ടത്തിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പുതിയ നടി സന്ധ്യ ശർമ്മ, ആ പെൺകുട്ടിയും വളരെ മനോഹരമായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിനിമ മോഹിച്ച് നടക്കുന്ന കുറേ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരുടെ കഥയാണ് കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആത്യന്തികമായ അതിൻ്റെ ക്ലൈമാക്സിൽ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മളൊരു ലക്ഷ്യം, നമുക്കൊരു സിനിമാ നടനാകണം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എപ്പോഴായാലും എത്തിച്ചേരും. ഈ സിനിമ അഭിനയിക്കാൻ നടന്നിട്ട് അത് കിട്ടാതെ വരുമ്പം ക്യാമറ നോക്കി കിടക്കുന്ന നമ്മുടെ യൂട്യൂബേഴ്സ് ഉണ്ട്. സിനിമ കിട്ടാതെ വരുമ്പോൾ വന്നിട്ട് അസിസ്റ്റൻറ്റ് ചെയ്യാൻ നടക്കുന്ന ചെറുപ്പക്കാരുണ്ട്. സിനിമ കിട്ടാതെ വരുമ്പോൾ അസോസിയേറ്റ് ചെയ്യാൻ നടക്കുന്ന ചെറുപ്പക്കാരുണ്ട്. സിനിമ കിട്ടാതെ വരുമ്പം പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വേഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നടക്കുകയും എന്നാൽ നമുക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് ഡയറക്ടർക്ക് തോന്നുകയും അത് ആ വേഷം മറ്റൊരു സിനിമ മോഹമായി നടക്കുന്ന ചെറുപ്പക്കാരന് കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് നല്ല സതുദ്ദേശപരമായ സിനിമാ മോഹമായി നടക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു മനോവികാരം വളരെ വ്യക്തമായി ഭംഗിയായും ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. നായികയാണ് എടുത്തു പറയാവുന്ന മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് ആ കുട്ടി. സന്ധ്യ ശർമ്മ എന്നാണ് പേരെഴുതി കാണിക്കുമ്പം കണ്ടത്. പിന്നെ റാഫി നന്നായിരിക്കുന്നുണ്ട്. അഭിറാം എന്ന് പറയുന്ന അയാൾ നന്നായിരിക്കുന്നുണ്ട്. പിന്നെ റോണി ഡേവിഡ്, അവരെല്ലാവരും വളരെ മനോഹരമായിരിക്കുന്നു. സിനിമ ടോട്ടലി ഈ അർജുൻ അശോകൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു മുൻനിര നായകന്മാരുടെ കൂട്ടത്തിൽ വരും. ഈ സുമതി വളവും ഇതുമായി താരതമ്യം ചെയ്യുമ്പം എൻ്റെ ഡിഫറൻ്റാണ്. രണ്ടും വ്യത്യസ്തമായ വേഷങ്ങളാണ്. ആ പയ്യന് ഇൻഡസ്ട്രിയിലേക്കകത്ത് ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറും എന്നാണ് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. പടം ടോട്ടലി കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരു പടമാണ്. സിനിമ നന്നായി പോകുമെന്നാണ് വിശ്വാസം.